നമസ്കാരം. പാഠം 4ന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് SKV ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിയോട് തിരുവനന്തപുരം. ഇവിടെ പാഠത്തിനപ്പുറം പാഠപുസ്തകത്തിനപ്പുറം കലാപരമായുള്ള കഴിവുകളെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ സ്കൂൾ എന്നുള്ളതാണ്. പഞ്ചവാദ്യത്തിലൂടെയാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത്. ഗംഭീരായിരുന്നു. നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പോയവരാണ്. നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സോപാനം സ്കൂളിലെ സാധാരണ പഠിപ്പിക്കാൻ വന്നത്. സോപാനം സ്കൂളിലെ. എന്നിട്ടോ അപ്പൊ എത്ര സമയമൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ശനി ഞായർ മാത്രമായിരുന്നു. ശനി ഞായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ ക്ലാസ് ആണ്. അപ്പൊ ശനി ഞായർ മാത്രം ചെയ്തിട്ടാണ് നിങ്ങൾ പോയത്. എന്നിട്ട് അവിടെ പോയപ്പോ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി, ഒരാൾക്ക് കണ്ട് സുഖമില്ലാണ്ടായി കൂടെ. എന്നിട്ടോ എന്ത് പറ്റി? വലിയ ടെൻഷനായി ആ സമയത്ത്? എന്താ ടെൻഷൻ കൂടിയതാണോ? മൈഗ്രെയിൻ വന്നു. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണല്ലേ. എങ്കിലും നമുക്ക് സ്റ്റേറ്റ് ലെവൽ വരെ പോകാൻ പറ്റിയല്ലോ. നന്നായിരുന്നു. വിഷ്ണു, എന്താ ഇതിലോട്ട് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? ഇതിലോട്ട് ഇഷ്ടപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു പഞ്ചവാദ്യത്തിന്. അപ്പോൾ അതിൻ്റെതായ താല്പര്യമുള്ള കുട്ടികൾ ഹൈസ്കൂളിൽ നിന്ന്, നമ്മൾ ജില്ല വരെ മത്സരിച്ചായിരുന്നു. ഹൈസ്കൂളിൽ നിന്ന് മത്സരിച്ച് അവിടെ എത്തി. സ്റ്റേറ്റ് ഞാൻ അല്ലാതെ ഇൻഡിവിജ്വലിന് 2 ഐറ്റം സ്റ്റേറ്റ് പോയി. ഏതൊക്കെയായിരുന്നു? സംസ്കൃതത്തിന് 2 ഐറ്റം. സംസ്കൃതം. പിന്നെയോ? പാഠകം പദ്യം ചൊല്ലല്. പാഠകം പദ്യം ചൊല്ലല്. എന്നിട്ട് അതിനെന്തായി? അതിന് എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. കൈയടിക്കാലോ. എ ഗ്രേഡ് ഉണ്ട്. എന്താ സച്ചു, എന്താ ഇതിലോട്ട് വരാൻ കാര്യം? എന്താ ഇഷ്ടമാണ്? സാർ ഏത് സാറാ പഠിപ്പിക്കുന്നത് നിങ്ങളെ? സാറ് പൊളിയാണോ? പൊളിയാണ്. അഭിലാഷ്, ഇഷ്ടാണോ പഞ്ചവാദ്യം? മേളം ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗോപികൃഷ്ണൻ? ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ പഞ്ചവാദ്യം എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വന്തം പഞ്ചവാദ്യമാണ് ഇതെന്നുള്ളതാണ് അല്ലെ? നിങ്ങളുടെ സ്വന്തമാണ്, സ്കൂളിന്റെ സ്വന്തം പഞ്ചവാദ്യമാണ്. അപ്പൊ ഇവരൊരു ടീമുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ട്, ബുക്ക് ചെയ്യാം കേട്ടോ. സിദ്ധാർത്ഥ, എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഇതിലോട്ട് വന്നത്? ഇഷ്ടമാണോ പാട്ട്, കൊട്ടൊക്കെ ഇഷ്ടമാണോ? കൊട്ട് ഇഷ്ടമാണ്. ചെണ്ട പഠിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? നല്ലായിരുന്നു. അവിടെ ചെന്നപ്പോ ചെറിയൊരു വിഷമായല്ലേ? പ്രമാണിക്ക് വയ്യാതായത് കുഴപ്പമില്ല, അത് വിട്ടേരെ. എല്ലാത്തിനും ഓരോരോ സമയം ഉണ്ടല്ലോ. വരും നമ്മുടെ സമയം. അടുത്ത വർഷം ഓക്കെ, അടിപൊളി. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്താ കേട്ടോ. ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടെ. ബാക്കിയുള്ളവരോടെ നിങ്ങൾ കൂടി ജോയിൻ ചെയ്താ. അപ്പൊ പാഠം 4 എപ്പിസോഡ് നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ ഒരുപാട് പേര്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരുപാട് പ്രത്യേകതകളുള്ള കുട്ടികളാണ്. കായിക താരങ്ങളും ഉണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള. കല മാത്രമല്ല, കായിക താരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അഷ്ടമി, എന്തൊക്കെയായിരുന്നു ഇനങ്ങൾ? ഏതൊക്കെയായിരുന്നു? സംസ്കൃതം, കവിതാരചന. പിന്നെ സംസ്കൃതം, കവിതാരചന. എന്തായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു? ഭാരതദേശത്തിന്റെ ഹരിതാപം. ഹരിതാപ എന്നുള്ളത് നന്നായി ചെയ്യാൻ പറ്റുമോ? എന്നിട്ടോ? എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. സൂപ്പർ. ഇതൊരാള് അർച്ചന. അർച്ചന. അർച്ചന എന്താണ്? ഞാൻ പ്രസംഗം, സംസ്കൃതം. സംസ്കൃതം തന്നെയാണ്. സംസ്കൃതം നമ്മൾ പഠിക്കുന്നുണ്ടോ ഇവിടെ? 10 വരെ പഠിച്ചിരുന്നു. 10 വരെ ഇവിടെ സംസ്കൃതം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് ഇഷ്ടമായിരുന്നു? 5 മുതൽ പഠിക്കാൻ തുടങ്ങി. 5 മുതൽ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് പെർഫോം ചെയ്തിട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല.
ശരി, ഇവിടെ എന്താണ് ഐറ്റം? ഓട്ടംതുള്ളൽ. ആഹാ, അടിപൊളി. ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലിൽ പലതും പറയും അല്ലേ? എന്താണ് ഓട്ടംതുള്ളലിന്റെ നമുക്കൊരു പെർഫോമൻസ് കാണുന്നുണ്ട്. എന്തായിരുന്നു അവിടെ പെർഫോം ചെയ്തപ്പോ തോന്നിയത് സ്റ്റേറ്റ് ലെവലിൽ പോയപ്പോ? സ്റ്റേറ്റിൽ പോയപ്പോ ആദ്യമായിട്ടാണ് പോണ, അപ്പോഴത്തേനും പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പോകുന്നത്. ഡാൻസ് വേറെ നേരത്തെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു? ഓട്ടംതുള്ളലിലോട്ട് എത്തിയത് എങ്ങനെയാ? സാറ് പറഞ്ഞിട്ടാണ്. സാറ് പറഞ്ഞിട്ടാ? അതിനൊക്കെ ഭാവി ഉണ്ടെന്ന് സാർ പറഞ്ഞു. ഏത് സാറാണ്? അനീഷ് സാർ പറഞ്ഞു. അത് ഭാവി ഉണ്ടല്ലേ? തോന്നി അങ്ങനെ പെർഫോം ചെയ്തപ്പോ? നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ? കാണാം. എന്താണ് പേര്? സഞ്ജയ്. സഞ്ജയ്. നല്ല ചിരിയാണ്. എന്താ സഞ്ജയുടെ ഐറ്റം എന്താ? നാടകം. നാടകം. നടനാണ്. അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പ്ലസ് 1 കയറി സ്കൂളിലൊന്നും വരൂലായിരുന്നു. അതെന്താ? ഞാൻ ചുമ്മാ കറങ്ങി അടിച്ച് പഠിക്കാൻ സ്കൂളിൽ വരണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതിനെ പ്ലസ് 2 ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് സാർ ഇങ്ങനെ പറഞ്ഞ്, എടാ നീ ഇങ്ങനെ കറങ്ങണമെന്ന് ശരിയാകൂല, നീ സ്കൂളിൽ വരണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു മടുപ്പായിരുന്നു. അപ്പോൾ ഈ സാർ പറഞ്ഞു നമുക്ക് നാടകമൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ട്, നീ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനങ്ങനെ താല്പര്യമില്ല. സാറ് പറഞ്ഞു നീ പറ്റും നോക്ക് വാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ നമ്മള് കയറി. അപ്പൊ പിന്നെ അഭിജിത്ത് പഠിപ്പ് സൈഡാണ്. ഇപ്പൊ നാടകമാണ്. അപ്പത്തേക്ക് അഭിജിത്ത് ഒക്കെ വന്ന പിന്നെ ജിജിക്കുട്ടൻ എന്ന് പറഞ്ഞ ആളൊക്കെ വന്ന് പഠിച്ചില്ലാൻ തുടങ്ങി. ജിജിക്കുട്ടൻ സാറാണ്. ആ പിന്നെ നമ്മൾ പറയാന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു സ്റ്റേജിലും കയറിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ ആദ്യമേ കയറാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ജില്ലയിലായിരുന്നാലും സബ് ജില്ലയിലൊക്കെ പോയപ്പോഴും ടെൻഷനായിരുന്നു. അതുമാത്രമല്ല നമുക്ക് ഈ നാടകം അവിടെ നിന്ന് അപ്പീലെടുത്താണ് നമ്മൾ പോയത്. അപ്പീലെടുത്തെങ്കിലും നമുക്ക് അവിടെ കൊല്ലത്ത് നാടകം നടക്കുന്ന ഒരു വെളുപ്പംകാലം 3 മണിയായി. രാവിലെ ഉറങ്ങുമെന്ന് പറഞ്ഞ കാരണം ഒരു 3 മണിയെങ്കിലും ആയി. അപ്പൊ എല്ലാവരും ആ ഉറക്കവും ആ ഒരു ഇതിലായിപ്പോയി. അതിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷ കിട്ടിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല, നമ്മൾ ഇതുവരെ പോകാൻ പറ്റിയില്ല. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയല്ലേ? രാത്രി വെളുപ്പംകാലമായി. താങ്കളുടെ കഥാപാത്രം? എന്റേത് മധുവായിട്ട്. മധുവായിരുന്നോ? അങ്ങനെ പിന്നെ മരുതൻ, അങ്ങനെ 1-2 വേഷം ഉണ്ടായിരുന്നു. എനിക്ക് 3 ഐറ്റങ്ങൾ കേൾക്കലുണ്ടായിരുന്നു. മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, ദഫ്. അപ്പം ഈ ഐറ്റത്തിനാണ് പോയത്. നമുക്ക് എ ഗ്രേഡ് കിട്ടി. അപ്പോൾ നമുക്ക് ദഫ് അപ്പീലെടുത്ത് കിട്ടിയതാണ്. അത് സ്റ്റേറ്റിൽ പോയി നമുക്ക് അവിടെ 3ാം സ്ഥാനത്ത് കിട്ടുകയും ചെയ്തു, എ ഗ്രേഡ്. പിന്നെ നല്ലൊരു ഇതിനെപ്പറ്റിയൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ വട്ടപ്പാട്ടും ദഫും പഠിപ്പിക്കാനായിട്ട് നഫ്സൽ എന്ന് പറയുന്ന ഒരു മാഷ് ഇവിടെ വന്ന് പഠിപ്പിക്കാനുണ്ടായത്. അപ്പോൾ 7 മാസമായിട്ട് തുടങ്ങിയ പ്രാക്ടീസ് ആയിരുന്നു നമ്മളത്. അപ്പോൾ അതിനൊരു വിരാമം സംഭവിച്ചു. നമുക്ക് അതിൽ എ ഗ്രേഡ് കിട്ടിയതിൽ വലിയ സന്തോഷം. ഓ അതനിടെ മതിശയ കുശിയുണ്ടും അജബുടെ വചനമെ ഇശവിണ്ട് കുതൂകുലം കൊണ്ട് മുതിർന്നിട ബദറതിലെ കഥ ഇതു മുത്താറ്റൽ മൊളിപെടും തുതികളും ഉരുവിട പിരിശമിലേ ഉരുവിട തരമേ ഒളിന്തിട ഹരമേ ഉശത്തിങ്കു മകം ജിഗമേ അഹതി ഉദവിയൽ പദം ചിന്ത മുതി തുടരജൽ രണ്ടും ഉടൻ മുന്തി നടந்தாമേ അതനിടെ മതിശയ കുശിയുണ്ടും അജബുടെ വചനമെ ഇശവിണ്ട് കുതൂകുലം കൊണ്ട് മുതിർന്നിട ബദറതിലെ കഥ ഇതു മുത്താറ്റൽ മൊളിപെടും തുതികളും ഉരുവിട പിരിശമിലേ. നന്ദന എന്താണ് ഇനമേതാ? സ്വിമ്മിങ്. അപ്പൊ നമ്മൾ ഈ കുറച്ച് കല വിട്ടിട്ട് കായികത്തിലേക്ക് വരികയാണ് കേട്ടോ. എന്താണ് സ്വിമ്മിങ്ങിന് എപ്പോ തൊട്ട് പഠിക്കുന്നുണ്ട്? എന്നാൽ എത്ര വയസ്സ് തൊട്ട്? 6 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. 6 വയസ്സിലെ എടുത്ത് വെള്ളത്തിട്ടോ? ആ എവിടെ നീന്തി പഠിക്കുന്നൊക്കെ? അപ്പൊ പച്ചയിലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അവിടെ തന്നെയായിരുന്നു കുഞ്ഞിനെ തൊട്ട് പഠിക്കുന്നത്. ആരെ പഠിപ്പിക്കുന്നത്? സാറുണ്ട്. സാറിന്റെ പേര്? അച്ഛൻ സ്വിമ്മിംഗ് കോച്ചാണ്. ഓക്കെ. എങ്ങനെയുണ്ട് സ്കൂളിന്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയും? കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല സപ്പോർട്ടാണ്. ഈ സ്വിമ്മിംഗ് തന്നെയാണ്. സ്വിമ്മിങ് എങ്ങനെയാ മോൾ സ്വിമ്മിങ്ങിലേക്ക് വന്നത്? ചേട്ടൻ ഞാനും പോയി. എന്നിട്ടോ എങ്ങനെ ഇപ്പോ ഏത് ലെവലൊക്കെ എത്തി? സ്റ്റേറ്റിൽ പോയി. എന്നിട്ടോ? സ്റ്റേറ്റ് സെക്കൻഡ് കിട്ടി. അടിപൊളി.
എന്താ മോൾ എന്താ സ്വിമ്മിങ് തന്നെയാണ്? ഞാൻ കബഡി. കബഡി അടിപൊളി. കബഡി എനിക്ക് ഇഷ്ടം. എങ്ങനെയാ കബഡിയിൽ എങ്ങനെയാ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? അപ്പം സ്കൂളിൽ എങ്ങനെ ചെയ്യാറുണ്ടോ അതോ ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. എങ്ങനെയാ അതെങ്ങനെയായിരുന്നു അതിലോട്ട് വന്നത്? പപ്പ BRM സ്കൂൾ കോച്ചാണ്. ഓ പപ്പയിൽ നിന്ന് തുടങ്ങിയതാണ്. ആഹാ. അപ്പൊ എത്ര ചെറിയ കുട്ടിയായിരുന്നപ്പോ തൊട്ട് കളിക്കോ? 5ാം ക്ലാസ് തൊട്ട്. 5ാം ക്ലാസ് തൊട്ട് കളിക്കും. എന്നിട്ടോ? എന്നിട്ട് BRCയിലൊക്കെ കളിക്കാൻ പോവായിരുന്നു. ആഹാ. ഇങ്ങനെ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് പ്രോത്സാഹനമൊക്കെ കിട്ടുന്ന സ്കൂൾ അങ്ങനെ തന്നെയാണോ? അല്ലല്ല, വീട്ടിനടുത്തായോണ്ട്. വീടിനടുത്ത്. ഞാനിപ്പോ ഗൗരിയോട് പറയുവാണ്, എന്തിനെങ്കിലും കുറിച്ച് ഒരു 5 വരികൾ പറയാൻ പറഞ്ഞാൽ എന്തിനെ കുറിച്ച് പറയും? എന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. എന്താ ഐറ്റം എന്താ? ശരി, ഇപ്പൊ ഒന്നും തോന്നുന്നില്ല. ഐറ്റം എന്താ? സ്വിമ്മിങ് ആണ്. അപ്പൊ എങ്ങനെയാ സ്വിമ്മിങ്ങിലോട്ട് വന്നത്? എങ്ങനെയാ? ചെറുതിലേ തൊട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ പച്ച അവിടെ തന്നെയാണ് നിങ്ങൾ എല്ലാരും? പിന്നെ എവിടെ? കൊപ്പത്താണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. പെരുപ്പൻകോട് നമ്മുടെ അവിടെ ഉണ്ട്. ഓ ശരി ശരി. എന്താ ഡ്രീം എന്താ? ഡ്രീം ഞാൻ ഷെയർ ചെയ്യില്ല. ആയി കഴിഞ്ഞാല് അല്ലേ അത് കിട്ടിയിട്ടേ അതിലോട്ട് പോകുള്ളൂ. അങ്ങനെ പറഞ്ഞൂടെ. പക്ഷെ ഒരു ഡ്രീം ഉണ്ട്, പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഷഹബാൻ എന്താണ്? +1 വന്നപ്പം ക്ലാസ്സിൽ സാർ വന്ന് വെച്ച് മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ എന്തെങ്കിലും ഇവന്റിന് പോയിട്ടുള്ളവരെ എണീക്കാൻ പറഞ്ഞു. ഞാൻ അറിയാതെ എണീറ്റ് പോയി, സാർ പിടിച്ചിനകത്ത് ഇട്ട്. ഞാൻ അറിയാതെ എണീറ്റപ്പോൾ സാർ എന്നത് പിടിച്ചിട്ട്. അപ്പം +1 ദഫിന് പോയായിരുന്നു. ജില്ലയിൽ പോയി ഒന്നും കിട്ടിയില്ല. അങ്ങനെ അതിന്റെ വാശിയിൽ ആണ് ഈ വർഷം. ഓ പോളി, സൂപ്പർ. എന്താണ് നമ്മുടെ ഇവന്റ്? എന്താ? പ്രാക്ടീസിന് സമയത്തുണ്ടായ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ? ഏറ്റവും കൂടുതൽ അടിയിട്ടുണ്ട്. എന്തടി? തെറ്റിക്കുമ്പോ കളി തെറ്റിക്കും. സാറല്ല, മാഷ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന മാഷന്മാര് അടിക്കും. വാരി പറക്കിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ടോ? എന്നിട്ട് ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഒരു വക ശരിയാക്കി. ഏറ്റവും പാടെന്താണ്? ദഫ് കളിക്കുമ്പം കുറെ തവണ തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ അതിനകത്ത് ഒരാളെ തെറ്റിച്ചാൽ തന്നെ മൊത്തം പോകും. ഒരാളെ തെറ്റിച്ചാൽ എല്ലാവരും അടിക്കും. അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. എന്താ ഇഷ്ടം സഞ്ജയ്ക്ക്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇഷ്ടം അല്ല, എന്താ ഇനം എന്തായിരുന്നു? വട്ടപ്പാട്ട് നന്നായി ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റി, അടിപൊളിയായിട്ട് ചെയ്തു. എന്തിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്കണേ, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതെന്താണ്? ഡയറക്ഷൻ. സൂപ്പർ. അന്ന് ഞാനൊരു ചോദ്യം, ഞാനൊരു സംവിധായകനായാൽ ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം തരൂ. ഏറ്റവും നല്ല മികച്ച സിനിമകൾ മലയാളത്തിൽ. സൂപ്പർ. എങ്ങനത്തെ സിനിമകളാ? ഒരു സിനിമ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? സിനിമ കാണുമ്പം അതിൽ അഭിനയം, സോങ്സ്, പിന്നെ അതിന്റെ സ്റ്റോറി, പിന്നെ ഡയറക്ഷൻ ശ്രദ്ധിച്ച ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചൊരു സിനിമ ഏതായിരുന്നു ഈ ഇടയ്ക്ക് കണ്ട? മിന്നൽ മുരളി. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എത്ര പ്രാവശ്യം കണ്ടു? 4 പ്രാവശ്യം കണ്ടു. എന്താ അർജുൻ, എന്താണ് ഏറ്റവും ഇഷ്ടം? എന്താകാനാണ് ആഗ്രഹം? ഏതായിരുന്നു ഇവന്റ്? എന്തായിരുന്നു? ദഫ്മുട്ടായിരുന്നു. സാറിന്റെ നടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? എന്താ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? എന്താ? ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഇവിടെ ടീമുണ്ടോ ക്രിക്കറ്റിന്റെ? ഇവിടെ ടീമില്ല. പിന്നെ വെളിയിലുണ്ട്. പറയൂ, മണികണ്ഠൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഏതിനകത്തുണ്ടായിരുന്ന? പുള്ളിയുടെ കൂടെ പോയതാണോ ദഫ്മുട്ടിന്? നാടകം. അഭിനയം ഇഷ്ടമാണ്? അത്യാവശ്യം ഇഷ്ടമാണ്. എന്നിട്ട് എന്തായിരുന്നു റോള്? പേടിയാണോ? എന്താ സ്റ്റേജ് ഫിയർ ഉണ്ട്? അത് മാറിയില്ലേ ഇതുവരെ? സ്റ്റേറ്റിൽ പോയിട്ട് മാറിയില്ലേ? അപ്പൊ ആ സ്റ്റേറ്റിൽ പോയി ഭയങ്കര വിറയായിരുന്നായിരിക്കുമല്ലോ? ഇല്ല, മാറിയോ കുറച്ചൊക്കെ? അത് രാവിലെ 9:30-ക്കാണ് മത്സരം പറഞ്ഞത്. രാത്രിയിലായി 3:30-ക്കാണ്. ശരി, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെയോ എന്തായിട്ടായിരുന്നു? ഞാനതിൽ ഒരു സായിപ്പായിട്ടായിരുന്നു. ബ്രിട്ടീഷുകാരൻ. മേക്കപ്പ് ഒന്നും വേണ്ടായിരുന്നതുകൊണ്ട്. ആക്ടിങ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ചെറുതിലെ തൊട്ട് ചെയ്യാറുണ്ടോ? നേരത്തെ ഏത് സ്കൂളിലായിരുന്നു? ഓൾ സെയിൻസ്. ഓക്കെ. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നാടകത്തിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇവിടെ വന്നപ്പോ നാടകത്തിലായി. ചെറിയ ഇൻട്രസ്റ്റ്. കഴിഞ്ഞ വർഷം ഒരു ചെറിയ നാടകം ഉണ്ടായിരുന്നു NSന്റെ ഭാഗമായിട്ട്. അതിലൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് തോന്നി. കുറെ കയ്യടിയൊക്കെ കിട്ടിയോ? ഇല്ല, അത് നമ്മളൊരു തെരുവ് നാടകമായിട്ട് അഭിനയിച്ചത്. തെരുവ് നാടകം ചെയ്തോ? അവയർനെസ്സിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു വിഷയം? വിഷയം ഡ്രഗിനെ പറ്റിയിട്ടുള്ള. ഡ്രഗ്. ഓക്കെ. എന്താ എയിം? എന്താ നടൻ? എയിം നടനല്ല, എയിം എനിക്കൊരു അഡ്വക്കേറ്റ് ആവണമെന്നുള്ളത്. അഡ്വക്കേറ്റ്. അങ്ങനെ തോന്നിയ നിമിഷം ഏതാ? തോന്നിയ നിമിഷം എനിക്ക് ഡിബേറ്റ്സ് ഒക്കെ നടത്താൻ ഇഷ്ടമാണ്. അപ്പം നടത്തുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ഭാഗം വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും ആ ഉള്ള ഒരു എന്താ പറയുക വിജയത്തിന്റെ ഫീലും
അത് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഡിബേറ്റ് അങ്ങനെ മത്സരം ഇല്ലേ, അതിനൊക്കെ പോകാറുണ്ടായിരുന്നോ? ഇല്ല, ഡിബേറ്റ് മത്സരങ്ങൾക്കായിട്ട് വലുതായിട്ട് പോയിട്ടില്ല. ഈ ഇന്ററാക്റ്റീവ് സെഷൻസിനൊക്കെ ചെറുതായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. എന്താ അഭിജിത്തെ ഇഷ്ടം? നാടകം. എന്തായിരുന്നു നാടകത്തിൽ? അരിക്കൊമ്പൻ, കുമാരൻ, കരിന്തണ്ടൻ. ഓ, എത്ര എണ്ണമാണ്? 3 ഓ ശരി, അടിപൊളി. സ്റ്റേറ്റിൽ ചെന്ന് കളിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ? എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പക്ഷേ നല്ല രാത്രിയായപ്പോൾ നമുക്ക് അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം നോക്കി. SKV ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഈ അക്കാഡമിക് ഇയർ ഒരുപാട് നല്ല വിജയങ്ങളുടെ ഒരു വർഷം കൂടിയാണ്. ഒരുപക്ഷെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച ഒരു പൊതുവിദ്യാലയം അത് നന്ദിയോട് SKV ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂളിൽ നിന്ന് 52 കുട്ടികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത്. സമ്പന്ന വർഗത്തിൻ്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന കലാകിരീടങ്ങൾ ഈ നന്ദിയോട് പ്രദേശത്തെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെയും ടാപ്പിംഗ് തൊഴിലാളികളുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരൻ്റെയും മക്കൾക്ക് സാധ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞതാണ് ഈ കലോത്സവത്തിൽ ഞങ്ങൾ നേടിയ ഏറ്റവും വലിയ വിജയം. അച്ഛനും അമ്മയും മരണപ്പെട്ട ജിനേഷ് 3 ഐറ്റങ്ങളിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയപ്പോൾ അത് മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കൂടി വിജയമായി മാറി. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് SKV സ്കൂളാണ്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ A ഗ്രേഡ് നേടിയ കുട്ടികൾ, ആ A ഗ്രേഡുകാരുടെ പഞ്ചായത്തായി നന്ദിയോട് പഞ്ചായത്ത് മാറിയത് SKV സ്കൂളിലൂടെയാണ്. അതുപോലെ ഭിന്നശേഷിക്കാരനായ കുട്ടി 80% പഠന വൈകല്യമുള്ള കുട്ടിയെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് SKVയുടെ മറ്റൊരു വിജയമാണ്. ഇവിടുത്തെ മറ്റ് നാടകങ്ങളെപ്പോലെ വലിയ കെട്ടുകാഴ്ചകളൊന്നും നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾ ഈ സ്കൂളിൽ കിട്ടുന്ന ബെഞ്ചും ഡെസ്കും മേശയും കൊണ്ട് മാത്രമാണ് സംസ്ഥാന കലോത്സവത്തിൽ പോയത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത ഒരേ ഒരു നാടകം ഞങ്ങളുടെ നാടകമായിരുന്നു. ഞങ്ങളുടെ സെറ്റ് വളരെ ചെറുതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആശയത്തിൻ്റെ കരുത്തിനെ കേരളത്തിലെ ഒരു വേദികൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മളെ കുട്ടികൾ വളരെ മികച്ച വിജയം നേടി. അപ്പോൾ ആ ഒരു വിജയത്തെ ബഹുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്ന ഈ ഇടപെടലിന് ഉള്ളൊരു നന്ദി കൂടി അറിയിക്കുകയാണ്. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടോ പ്രണയം ഋതുപല്ലവിയായി ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാക്കനവാണെന്നാരു പറഞ്ഞു 7 നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു വിരിഞ്ഞതുപോലെന്നാരു പറഞ്ഞു. കൂടെ പാടുമായിരുന്നു എല്ലാവരും. കലകൾ ഇഷ്ടമാണോ? കലകളെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? എന്താണ് ഇഷ്ടം? ആക്ടിങ്, അഭിനയം. അഭിനയം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഭാഗ്യം ഉണ്ടായിട്ടില്ല, അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഓ ശരി ശരി ശരി. നിങ്ങൾ ആരായിരുന്നു? നോട്ട് ചെയ്തേക്കണേ. സംവിധായകനുണ്ട് നമ്മുടെ. അപ്പോൾ ഇതുവരെയും ഒരിടത്തും ട്രൈ ചെയ്തിട്ടില്ല? +1 ആണോ +2 ആണോ? +2 ആണ്. ഇനി അവസരം ഇഷ്ടംപോലെ കിടക്കുന്നു. കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് തകർക്കണം. ഞാൻ പണ്ട് വലിയ നടനായിരുന്നു പറഞ്ഞാൽ മതി, ആരും ചോദിക്കാനൊന്നുമില്ലല്ലോ. അമൽ പറയൂ. അമൽ എന്താ ഇഷ്ടം അമലിന് സംസാരിക്കാൻ? ഡ്രോയിങ് ചെയ്യാറുണ്ടോ? ചെറുതായിട്ട്. കാർട്ടൂൺ വരയ്ക്കും കേട്ടോ. ഇവിടെ ഇഷ്ടമുള്ള ക്യാരക്ടറിനെ പറഞ്ഞാൽ വരച്ചു തരും. കൊടുക്കാറുണ്ടോ വരച്ച്? അതിനിടയ്ക്ക് അവിടെ ചോദിക്കും കഴിഞ്ഞല്ലേ? ആണല്ലേ? ഓ ശരി ശരി. പെയിന്റ് ചെയ്യോ അതോ ഡ്രോയിങ്? പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ് ആണ്. മത്സരത്തിനൊന്നും പോവാറില്ല? ഇല്ല. ഇപ്പൊ ദഫ്മുട്ടോ എന്തായിരുന്നു? ദഫും വട്ടപ്പാട്ടുകാരുമാണ് കൂടുതൽ. അനന്തൂന് എന്താ ഇഷ്ടം? എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ? പരിചയമുട്ട്. ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു. സ്കൂൾ എങ്ങനെയുണ്ട്? ഈ സ്കൂൾ അടിപൊളിയാണോ? ഫ്രീഡം ഒക്കെ ഉണ്ടോ? അത്യാവശ്യം ഫ്രീഡം ഒക്കെ തരുന്ന സ്കൂളാണ്. ഇങ്ങനെ അടി ബഹളം അങ്ങനെയൊക്കെ ഉണ്ടോ? ആകാശ് എന്താ ആകാശ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്തായിരുന്നു? ദഫ്മുട്ട്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. എന്നിട്ടോ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഇഷ്ടം? സംസാരിക്കണ്ട, നിങ്ങൾ കൂട്ടുകാരിരിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ് പറയാറ്? ഇഷ്ടമുണ്ടോ? നമുക്കൊരു ഫോക്കസ്ഡ് ഏരിയ ഉണ്ട്, അത് പറയാൻ പറ്റത്തില്ലെന്നൊക്കെ. അനഘ എന്താ അനഘ ഇഷ്ടം? സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
ഒരാളുണ്ടായിരുന്നല്ലേ സംസാരിക്കാൻ ഇഷ്ടമുള്ള? അപ്പോൾ ഒരു ആൺകുട്ടികളിൽ നിന്ന് ഒരാളായി പെൺകുട്ടികളിൽ നിന്ന് ഒരാളായി. എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കും. നന്നായി സംസാരിക്കുന്ന ആളാണ് ആണോ? വായാടി എന്നൊക്കെ വിളിക്കാറുണ്ടോ? ആണോ? ആണെന്നൊക്കെ. എന്താണ് മോക്ക് എന്താകാനാ ഇഷ്ടം? അംബിഷൻ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്നാലും എനിക്ക് ഏറ്റവും അവസാനം എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പം മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡ്, ഓക്കെ, ശരി. അതിന് മുമ്പ്, തൊട്ട് മുമ്പ്? അയ്യോ, എന്തായിരുന്നു? ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ടിങ് ഇഷ്ടം. എന്താ വേണ്ടെന്ന് വെച്ചേ? അതെനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ? ആക്ടിങ്, മോഡലിംഗ്, അതൊക്കെ ഭയങ്കര ഇഷ്ടം. മോഡലിംഗ് ഇഷ്ടമാണോ? നടക്കുന്നോ? റാമ്പ് വാക്ക് ചെയ്യുന്നോ? ഇല്ല ഇല്ല. എന്നിട്ട് എന്താ അത് വേണ്ടെന്ന് വെച്ചാ? എന്താ വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഒരു ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. കമന്റ്സിൽ തെറിവിളി വന്നോ? ഇല്ല ഇല്ല, അതല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവരൊക്കെ ഇത് അറിഞ്ഞ് പിന്നെ ഇവിടെ ഇപ്പം ഭയങ്കര കളിയാക്കലാണ്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്വൈത എന്താണ് ഇഷ്ടം? ചുമ്മാ ഇരിക്കാനാണ് അദ്വൈതന് ഇഷ്ടം. ചുമ്മാ ഇരിക്കുമ്പോ എന്ത് ചെയ്യും? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയാണോ? അതോ വീടിന്റെ അവിടെ പരിസരത്തൊക്കെ ഉള്ളോ? ട്രിപ്പൊക്കെ പോവാറുണ്ടോ? വിടുവോ? വീട്ടിൽ നിന്ന് വിടുവോ? എന്തായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്ത്? എന്തായിരുന്നു? നാടകം. നാടകത്തിന് അഭിനയിക്കാനുണ്ടായിരുന്നോ? പിന്നണി. വെരി ഗുഡ്. പറയും ആദ്യം എന്താ ഇഷ്ടം? എന്താ മുമ്പ് ഈ സ്കൂളിൽ പറഞ്ഞതിന് സ്പോർട്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കലോത്സവത്തിലോട്ടൊക്കെ. ശരി. സ്പോർട്സ് എന്തായിരുന്നു? സ്പോർട്സ് അങ്ങനെ നമ്മള് സ്കൂളിൽ CBSE-ലായിരുന്നു പഠിച്ചത്. എവിടെ സ്കൂളിലായിരുന്നു? ചായത്ത്. ഓക്കെ, ചായത്ത്. അവിടെ നിന്നാണ് പിന്നെ ലോക്ക്ഡൗൺ. ഇവിടെ വന്നപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയി. പിന്നെ 10 തൊട്ടാണ് ഇവിടെ സ്കൂളിൽ ഒന്നും തുടങ്ങിയത്. നല്ല സ്കൂളാണോ? അടിപൊളിയാണ്. എന്താ നിതിന് ഇഷ്ടം? അല്ല, എന്തെങ്കിലും നമുക്ക് ഹോബീസ്? പടം വരയ്ക്കും. ആർക്കെങ്കിലും വരച്ചു കൊടുത്തിട്ടുണ്ടോ? എന്താ വരച്ചു കൊടുക്കുക? അവർ ആവശ്യപ്പെടുന്നതാണോ അതോ പോർട്രേറ്റ്സ് ആണോ വരയ്ക്കാറ്? ഓ, ശരി ശരി. അപ്പൊ കുറെ സമയം എടുക്കും അല്ലേ? ശരി. അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും നല്ല അനുഭവങ്ങളുണ്ടോ? നന്ദി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? എന്താവാനാ ഇഷ്ടം? ആ ഫീൽഡിൽ തന്നെ പോവാനാ ഇഷ്ടം. ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോ എന്തായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? പരിചയമുട്ട്. എന്നെ ആക്കുകയാണ്. ഏറ്റവും ഇഷ്ടം എന്താകാൻ ആഗ്രഹം? അല്ല, എന്നാൽ ഒരു നമുക്കൊരു ഫോക്കസ് ഉണ്ടാവില്ലേ? എന്താ പറയാ? അല്ല, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആർമി. സൂപ്പർ, ഗ്രേറ്റ്. അനുശ്രീക്ക് എന്താ ഇഷ്ടം? എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഇങ്ങനെ പാട്ട് പാടാം. അപ്പൊ ഒരു പാട്ട് പാടാം. മഞ്ഞച്ചേലയുടുത്ത് കാലിൽ കോലുസുമിട്ട് അങ്ങതാ നിൽക്കുന്നു തമ്പൂരാട്ടി. തമ്പൂരാൻ നോക്കി നിന്നു ഇടനെഞ്ചിൽ താളമിട്ടു. അറിയാതെ കണ്ണുകളിൽ മാറിവില്ലോ അഞ്ജനമിഴികളോ കാതിലെ കടുക്കനോ മിന്നുന്ന പുഞ്ചിരിയോ മെയ്യഴകോ പൊന്നിൻ ചീലങ്ക വീണു കാലം നീലച്ചു നിന്നു തമ്പുരാൻ മാറിലാട്ടി തൻ പ്രാണനേ. പാഠനാലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. SKV സ്കൂളിൽ നിന്നും വളരെ പോസിറ്റീവായി ഇവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരു സ്കൂളിൽ പുതിയ വിദ്യാർത്ഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം. പാഠം 4 നിങ്ങളുടെ സ്കൂളിലേക്കും വരും. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6304923349.